അരിപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു 4 മണി പലഹാരം, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ വയ്ക്കാവുന്ന പലഹാരമാണ് അമ്മിണി കൊഴുക്കട്ട അല്ലെങ്കിൽ അരിക്കൊഴുക്കട്ട. ഇതെങ്ങനെയാണ് 3 രീതിയിൽ തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് ചതുർത്ഥിക്കും നമുക്ക് നൈവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ രീതിക്ക് ഒരു പാൻ ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇഷ്ടമുള്ള താളിപ്പ് ഏത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ വേണമെങ്കിൽ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല. എന്നിട്ട് മുളക് പൊടിയും മുളക് ചതച്ചതുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചുമന്ന മുളകിന് പകരം നമുക്ക് പച്ചമുളക് എടുക്കുകയും ചെയ്യാം. ശകലം കായപ്പൊടിയും കരിവേപ്പിലയും ഇട്ട് കരിവേപ്പിലയുടെ ആ ഒച്ച ഒന്ന് അടങ്ങിക്കഴിയുമ്പം അതിലേക്ക് വെള്ളം ഒഴിക്കുക. 1 കപ്പ് വറുത്ത പൊടിക്ക് 1.5 കപ്പ് വരെ വെള്ളം നമുക്ക് എടുക്കാവുന്നതാണ്. അത് അരിയുടെ ഓരോരോ ശകലം കൂടുകയോ കുറയുകയോ ചെയ്യും. നമ്മൾ വീട്ടിൽ പൊടിച്ച അരിയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് വറുത്തിരിക്കും. കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ വെള്ളം നോക്കി വേണം ഒഴിക്കാനായിട്ട്. ശകലം കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ അതൊന്ന് കൂടിയിട്ടില്ലെങ്കിൽ പൊടി ഇട്ടിട്ട് കൂടിയിട്ടില്ലെങ്കിൽ നമുക്ക് ശകലം കൂടെ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി. വെള്ളം കൂടിപ്പോയാൽ കുറച്ചും കൂടെ പൊടി ഇട്ടുകൊള്ളുക. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ 1 ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇതുപോലെ ചേർത്ത് കട്ടയില്ലാണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. തിളച്ച വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടാണ് പൊടി ചേർത്തിരിക്കുന്നത്. നല്ലോണം യോജിച്ചതിന് ശേഷം ഒരു അടപ്പ് വെച്ച് 2 മിനിറ്റും കൂടെ അടച്ച് ആവി കയറ്റി എടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ചൂടോടുകൂടെ തന്നെ നമുക്ക് അതൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. ഇതുപോലെ കൈ കൊണ്ട് കുഴക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അതിപ്പം ഈ ഗ്ലാസ് കൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ എളുപ്പവുമായിരിക്കും. ഒന്ന് തണുത്തതിന് ശേഷം കൈ വെച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തേച്ചാൽ മതി. ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്ത് നമുക്ക് ആവി കയറ്റി എടുക്കാം. അതുപോലെ ചെറിയ ഉരുളകളാക്കി ഇഡ്ഡലി തട്ടിൽ നിരത്തി വെച്ചിട്ട് നമുക്ക് ആവി കയറ്റി എടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാം ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് ഇഡ്ഡലി പ്ലേറ്റിൽ ഇതുപോലെ നിരത്തി വെച്ച് ഇഡ്ഡലി കുട്ടകത്തിൽ വെള്ളം തിളപ്പിച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ആവി കയറ്റി എടുക്കുക. ആ സമയം കൊണ്ട് നന്നായിട്ട് വെന്ത് കാണും. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, താളിപ്പില്ലാതെ നമ്മൾ ആദ്യം ചെയ്ത രീതിക്ക് വെള്ളം തിളപ്പിച്ച് മാവിടാം. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ മാവും ഉപ്പും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് നമുക്ക് ഒഴിച്ച് ഇതുപോലെ കുഴയ്ക്കാവുന്നതാണ്. 2 രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതാവുമ്പോൾ നമുക്ക് വെള്ളം എത്ര വേണം എന്നുള്ളത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. പൊടി ഇല്ലാണ്ട് നല്ലോണം യോജിച്ച് കിട്ടുന്ന വെള്ളം നല്ല കട്ടിക്ക് ഇതുപോലെ യോജിച്ചെടുക്കുന്നത് വരെ വെള്ളം ശകലം ഒഴിച്ച് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അത് ആവിയിൽ മാവൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. 5 മിനിറ്റിന് ശേഷം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കുഴച്ചതുപോലെ തന്നെ ഗ്ലാസ് കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക. നല്ല ചൂടായതുകൊണ്ട് കൈ പൊള്ളാതിരിക്കാനും എളുപ്പം കുഴച്ച് കിട്ടാനും ഈ രീതി വളരെ പ്രയോജനപ്പെടുന്നതുമാണ്. നന്നായിട്ട് കുഴച്ചതിന് ശേഷം മാവ് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ഒന്ന് ചേർന്ന് കിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ശകലം മാവെടുത്ത് ഒന്നുകിൽ റൗണ്ടായിട്ട് ഉരുട്ടാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉരുട്ടി ആവി കയറ്റി എടുക്കുക, ആദ്യം ചെയ്തതുപോലെ. എന്നിട്ട് ഇതിന് നമുക്ക് മുളക് പൊടി ഇല്ലാതെ ഉള്ള താളിപ്പ് നമുക്കെടുക്കാം. കടുകും
ചുമന്ന മുളക്, കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം കായപ്പൊടിയും കൂടെ ചേർത്ത് ചതച്ച മുളക് ചേർക്കുക, ഇല്ലെങ്കിൽ പച്ചമുളക് ചേർക്കുക. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിപ്പം പച്ചമുളകിന് പകരം ചതച്ച മുളകാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആവിയിൽ വേവിച്ച ഉരുളകൾ ഇതിലിട്ട് ഒന്ന് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ചുമന്ന മുളക് കൊണ്ട് ആദ്യം വെള്ളത്തിലിട്ടും നമുക്ക് ഇതുപോലെ അമണി കൊഴുക്കട്ട ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ രണ്ടാമത്തെ രീതിയിലും ഉണ്ടാക്കാം. ഏത് രീതിയാണോ എളുപ്പം എന്ന് തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി മൂന്നാമത്തെ രീതി എന്ന് പറയണത് മധുരം കൂടെ ചേർത്തിട്ടുള്ള അമണി കൊഴുക്കട്ടയാണ്. 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 3/4 ഗ്ലാസ് ശർക്കര, 1.25 ഗ്ലാസ് വെള്ളത്തിൽ, ശർക്കരയൊന്ന് അലിഞ്ഞ് കിട്ടും, അതുകൊണ്ട് 1.25 ഗ്ലാസ് വെള്ളത്തിൽ ഇതുപോലെ ഉരുക്കിയെടുക്കുക. എന്നിട്ട് അരിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ശകലം തേങ്ങ വേണമെങ്കിൽ ചേർക്കാം. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന മാവ് ചേർക്കുക. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ശർക്കര ആയതുകൊണ്ടാണ് നെയ്യ് ചേർക്കുന്നത്. നല്ലോണം യോജിച്ചതിന് ശേഷം എടുത്ത് വച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. കട്ടയില്ലാണ്ട് അത് നല്ല ഉരുണ്ട് ചീനച്ചട്ടിയിൽ നിന്നും വിട്ട് വരും. നന്നായിട്ട് വെന്ത് വരുമ്പം അതുവരെ വേവിച്ചെടുക്കുക. ശർക്കര ആയതുകൊണ്ട് കുറച്ചും കൂടെ സമയം പിടിക്കും. ഇതുപോലെ നല്ല മാവ് എല്ലാം കൂടെ നന്നായിട്ട് ഉരുണ്ട് വരുമ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് തണുത്ത് വരുമ്പോൾ ഉരുളകളാക്കി ആവി കയറ്റി എടുക്കാം. ഇതിൽ ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല. തേങ്ങ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് തേങ്ങയും കൂടെ ചേർക്കാവുന്നതാണ്. 3 രീതിയിലും ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇടിയപ്പപ്പൊടി എടുക്കാവുന്നതാണ്. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ അത് കട്ടിയായി കിട്ടും. ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. ഇത് നമ്മൾ ആദ്യം ആവിയിൽ വെച്ച് വേവിച്ചതുപോലെ തന്നെ ഇഡ്ഡലി ചെമ്പിൻ്റെ അകത്ത് വേവിച്ചെടുക്കാം. ഇതിന് ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് 2 വേവ്, ശർക്കരയും കൂടെ ആകുമ്പം ആദ്യം ഒന്ന് സോഫ്റ്റായിട്ടിരിക്കുകയാണെങ്കിലും വെന്ത് വരുമ്പം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇതും ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ആവിയിൽ വേവിച്ചെടുക്കും. വെന്ത് വരുമ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ നമുക്കത് കിട്ടും. നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയാണ് ഈ മധുരം കൂടെ നമ്മൾ ചേർത്ത് തയ്യാറാക്കുമ്പം. എല്ലാവരും ഈ 3 രീതിയിലും അമണി കൊഴുക്കട്ട തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.